ഇന്ത്യയുടെ 7000-ത്തിലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള സമുദ്രതീരത്തെ സംരക്ഷിക്കുന്നത് തീരസംരക്ഷണ സേന എന്നറിയപ്പെടുന്ന കോസ്റ്റ് ഗാർഡാണ്. ഭീകരവാദം, ലഹരിക്കടത്ത്, കടൽപ്പരിധിയിലെ സമ്പത്ത് സംരക്ഷണം, അപകടങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള രക്ഷാപ്രവർത്തനം, മത്സ്യത്തൊഴിലാളികളുടെയും നാവികരുടെയും സംരക്ഷണം തുടങ്ങി കോസ്റ്റ് ഗാർഡിന്റെ ചുമതലകൾ നിരവധിയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കൊച്ചിയിൽ അഭ്യാസ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ തീരങ്ങളിൽ കപ്പൽ വഴി നടത്തുന്ന ലഹരിക്കടത്താണ് സമീപകാലത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളി. സായുധരായി വരുന്ന ഇത്തരം ലഹരി മാഫിയകളെ പിടികൂടാൻ പ്രത്യേക ദൗത്യങ്ങൾ നടത്താറുണ്ട് നമ്മുടെ തീരസംരക്ഷണ സേന. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളും കടലിൽ സാധാരണം. കടലിൽ അകപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെയും മറ്റും രക്ഷിക്കാനെത്തുന്നതും തീരസംരക്ഷണ സേനയാണ്. കോസ്റ്റ് ഗാർഡ് ദിനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിയിരുന്നു. It was really pleasure to be here. Great experience. Whatever we saw here, it shows the professionalism, dexterity, and how much hard work, labor, rigorous training they undergo before wearing this glamorous attire. കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥടക്കം 8 കപ്പലുകളും 2 ഹെലികോപ്റ്ററുകളും 2 ഡ്രോണിയർ വിമാനങ്ങളും അണിനിരന്നു. നമ്മുടെ തീരസംരക്ഷണ സേനയുടെ കരുത്തും അവർ നേരിടുന്ന വെല്ലുവിളികളും പരിചയപ്പെടുത്തുകയാണ് കടലിലെ അഭ്യാസ പ്രകടനങ്ങൾ. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.